എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നല്ല ബുദ്ധിയും കഴിവും അതുപോലെ സ്വയം വലിയ മോട്ടിവേഷനൊക്കെയുള്ള ചില ആളുകൾ ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ പെട്ടെന്ന് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്? അവർക്ക് മുന്നേറാൻ കഴിയാത്ത വിധം ഒരു അദൃശ്യമായ മതിൽ അവിടെ ഉണ്ടാകും. ശരിക്കും അതൊരു വലിയ അത്ഭുതമാണല്ലേ? കാരണം അവർക്ക് എല്ലാവിധ കഴിവുകളുമുണ്ട്, എന്നിട്ടും അവർ പരാജയപ്പെടുന്നു. ചരിത്രത്തിലുടനീളം ഇതിന്റെ നേർവിപരീതമായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് ഇതൊരു വലിയ നിഗൂഢതയായി മാറുന്നത്. സത്യത്തിൽ വിജയമെന്നത് ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങളെയോ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എല്ലാം തികഞ്ഞവരും തോൽവിയേറ്റുവാങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയ ചരിത്രം സൃഷ്ടിച്ചവരുമുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ. 15-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, അല്ലെങ്കിൽ 65-ാം വയസ്സിൽ കയ്യിൽ ഒരു സമ്പാദ്യവുമില്ലാതെ KFC തുടങ്ങിയ കേണൽ സാൻഡേഴ്സ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? വിഭവങ്ങളുടെ കുറവല്ല ശരിക്കും ആളുകളെ പിന്നോട്ട് വലിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിലെ രഹസ്യ പ്രോഗ്രാമിങ്ങുകളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വളരെ കൗതുകകരമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ഇങ്ങനെ സ്വയം പരാജയം ഏറ്റുവാങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. 20%. ഇതൊരു കൗതുകകരമായ സംഖ്യയാണല്ലേ? കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം എപ്പോഴും സുഖസൗകര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ ശരീരഭാരത്തിന്റെ വെറും 50% മാത്രം വരുന്ന തലച്ചോറ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ 20% ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ഈ വലിയ ഊർജ്ജച്ചെലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിലെ മിഡ് ബ്രെയിൻ പല കാര്യങ്ങളെയും നമ്മൾ അറിയാതെ തന്നെ വെറും ശീലങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഊർജ്ജം ലാഭിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടി പലപ്പോഴും നമ്മുടെ വളർച്ചയ്ക്ക് തന്നെ വലിയൊരു തടസ്സമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, കുട്ടിക്കാലത്തെ പ്രോഗ്രാമിങ്ങും നമ്മുടെ ആത്മാഭിമാനവും തമ്മിലുള്ള ബന്ധമാണ്. 7 വയസ്സുവരെ ഒരു കുട്ടിയെ എനിക്ക് തരൂ, ഞാൻ അവനെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റാമെന്ന അരിസ്റ്റോട്ടലിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ, ഊർജം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ തലച്ചോറിനാവശ്യമായ അടിസ്ഥാന പ്രോഗ്രാമിങ്ങുകളെല്ലാം തന്നെ നമ്മുടെ യാതൊരു അനുവാദവുമില്ലാതെ രൂപപ്പെടുന്നത് കുട്ടിക്കാലത്താണ്. യുക്തിസഹമായി ചിന്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ തലച്ചോറിലെ നിയോകോർട്ടെക്സ് 7 വയസ്സുവരെ ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങുന്നില്ല. അതായത് ആ പ്രായം വരെ കുട്ടികൾ ഡെൽറ്റ, തീറ്റ എന്നീ ബ്രെയിൻ വേവ് അവസ്ഥകളിലായിരിക്കും. ചുറ്റുപാടുകളിൽ നിന്നും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അവരുടെ ഉപബോധ മനസ്സിലേക്ക് യാതൊരു ഫിൽറ്ററുമില്ലാതെ നേരിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു കളിപ്പാട്ട കടയിൽ നിൽക്കുന്ന കൊച്ചു ജോണി, അവനൊരു കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കൊണ്ടും ഭയങ്കര സമ്മർദ്ദത്തിലായ അച്ഛൻ പെട്ടെന്ന് അവനോട് ദേഷ്യപ്പെടുന്നു. നിനക്കതിന് അർഹതയില്ല എന്ന് പറയുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ? അച്ഛൻ്റെ ഈ പെട്ടെന്നുള്ള ദേഷ്യത്തെ താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നോ അല്ലെങ്കിൽ തനിക്ക് നല്ല കാര്യങ്ങൾക്കൊന്നും അർഹതയില്ലെന്നോ ജോണിയുടെ ആ ചെറിയ ഉപബോധ മനസ്സ് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അതവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിഗത വളർച്ചയുടെ ഒന്നാമത്തെ നിയമം ഇതാണ്: ഒരു വ്യക്തിക്കും തങ്ങളെക്കുറിച്ചുള്ള സ്വന്തം മതിപ്പിനപ്പുറത്തേക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 7 വയസ്സിന് മുൻപ് രൂപപ്പെടുന്ന ഇത്തരം ചിന്തകളെ ശരിവയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പിന്നീട് പലപ്പോഴും പെരുമാറുന്നത്. ഈ ചിന്തകൾക്ക് വിരുദ്ധമായി വലിയൊരു വിജയം നമ്മളെ തേടി വന്നാൽ പോലും നമ്മൾ അറിയാതെ തന്നെ അത് നശിപ്പിച്ചു കളയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ നമ്മളെ തന്നെ സബോട്ടാഷ് ചെയ്യുകയാണവിടെ. അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ബോധമനസ്സിന്റെ നിയന്ത്രണത്തിലുണ്ട് എന്ന് ഉറുമ്പിന്റെയും ആനയുടെയും ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് നമ്മുടെ ബോധമനസ്സ് എന്നത് വെറും 5% മാത്രമാണ് കേട്ടോ. അതൊരു ചെറിയ ഉറുമ്പാണെന്ന് വിചാരിക്കുക. ആ ഉറുമ്പ് വടക്കോട്ട് നടക്കാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ ബാക്കി 95% വരുന്ന നമ്മുടെ ഉപബോധ മനസ്സ് തെക്കോട്ട് നടക്കുന്നൊരു വലിയ ആനയാണ്. ആനയുടെ പുറത്തിരുന്ന് വടക്കോട്ട് നടക്കാൻ ശ്രമിക്കുന്ന ആ ഉറുമ്പിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബോധപൂർവമുള്ള തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ വലിയ ആനയുടെ എതിർദിശയിലുള്ള സഞ്ചാരം കാരണമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് ഒരു കോമ്പസ് അഥവാ വടക്കുനോക്കിയന്ത്രം പോലെയാണ്. നമ്മുടെ ബോധമനസ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ സൂചി എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വയ്ക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കോമഡി സിനിമ കാണാൻ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധിക നേരവും നമ്മളിത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നിയന്ത്രണം വിട്ടാൽ ഉടനെ തന്നെ ഈ സൂചി പഴയ പടിയിലേക്ക്, അതായത് അതിൻ്റെ ഡീഫോൾട്ടായ ഒരു നെഗറ്റീവ് അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകും. ഇനി നമ്മുടെ ഇച്ഛാശക്തിയേക്കാൾ എന്തുകൊണ്ടാണ് ചുറ്റുപാടുകൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, ദ ലോ ഓഫ് കൺഫോമിറ്റി. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും ശരി,
കാലക്രമേണ നിങ്ങളുടെ ചുറ്റുപാടുകൾ അതിനെ പരാജയപ്പെടുത്തിയിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ജാസ് സംഗീതം തീരെ ഇഷ്ടമല്ല എന്നിരിക്കട്ടെ. എന്നാൽ എപ്പോഴും ജാസ് സംഗീതം കേൾക്കുന്ന ഒരാളുടെ കൂടെ നിങ്ങൾ എന്നും കാറിൽ യാത്ര ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. എന്താവും സംഭവിക്കുക? വെറും 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ താളത്തിനൊത്ത് കാൽ ചലിപ്പിക്കാൻ തുടങ്ങും. 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അറിയാതെ തന്നെ ബാത്റൂമിൽ വെച്ച് ആ പാട്ട് മൂളാനും തുടങ്ങും. അത്രത്തോളമാണ് ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കി എത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാലും നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു വലിയ ഫ്രീസറിനുള്ളിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഇച്ഛാശക്തി മാത്രം ഉപയോഗിച്ച് ശരീരത്തിന്റെ താപനില കൂട്ടാൻ ശ്രമിക്കുന്നത് പോലുള്ളൊരു ഏർപ്പാടാണിത്. തികച്ചും അസാധ്യമായ കാര്യം. അവസാനം നിങ്ങളുടെ ചുറ്റുപാടുകൾ തന്നെയാകും അവിടെ ജയിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കെങ്ങനെ ഈ പ്രശ്നങ്ങളെ മറികടക്കാം? സ്വയം നിയന്ത്രിക്കാനുള്ള, ആഴത്തിൽ വേരൂന്നിയ ഈ ബയോളജിയെ മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഉപബോധ മനസ്സിനെ തിരികെ പിടിക്കാൻ വ്യക്തമായ 3 ഘട്ടങ്ങളാണുള്ളത്. 1. തെറ്റായ കാര്യങ്ങൾ ഉള്ളിലേക്കെടുക്കുന്നത് നിർത്തുക. 2. ശരിയായ കാര്യങ്ങൾ ഉള്ളിലേക്കെടുക്കാൻ തുടങ്ങുക. 3. ഇതിനകം ഉള്ളിലുള്ള മോശം കാര്യങ്ങളെ പുറത്തേക്ക് കളയുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നും, അല്ലേ? എന്നാൽ ഇത് എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇതിൽ 1ാമത്തെ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരു സന്നദ്ധ സംഘടനയല്ല. അവരുടെ പരസ്യങ്ങൾ വിൽക്കാൻ വേണ്ടി അവരെപ്പോഴും നെഗറ്റീവായ വാർത്തകളിലൂടെ നിങ്ങളുടെ തലച്ചോറിലെ അമിഗ്ഡലയെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഈ നിരന്തരമായ നെഗറ്റിവിറ്റി കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ പോസിറ്റീവാകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളും ആളുകളെയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. കുടുംബത്തെ സ്നേഹിക്കുക, പക്ഷെ സുഹൃത്തുക്കളെ വളരെ വിവേകത്തോടെ മാത്രം തിരഞ്ഞെടുക്കുക. ഈ ലോകമെന്ന് പറയുന്നത് ഒരു വലിയ കാട് പോലെയാണ്. അവിടെ നല്ലതും ചീത്തയുമായ എല്ലാം സംഭവിക്കുന്നുണ്ട്. രാത്രിയിൽ ആ വലിയ കാട്ടിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് നടക്കുന്നത് പോലെയാണിത്. എലിയെ വിഴുങ്ങുന്ന പാമ്പിന് നേരെയാണോ അതോ ജനിച്ചു വീഴുന്ന മനോഹരമായൊരു ചെറിയ പക്ഷിയുടെ നേർക്കാണോ നിങ്ങളുടെ ആ ഫ്ലാഷ് ലൈറ്റ് അടിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ ഒരിക്കലും മാധ്യമങ്ങളെ അനുവദിക്കരുത്. ഇനി 2ാമത്തെ ഘട്ടം, ശരിയായ കാര്യങ്ങൾ ഉള്ളിലേക്കെടുക്കുക. നല്ല പ്രചോദനം നൽകുന്ന പോഡ്കാസ്റ്റുകൾ കേൾക്കുക. വലിയ വിജയം നേടിയ വ്യക്തികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ ആ കോമ്പസിനെ പോസിറ്റീവായി റീമാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ജീവിതത്തിന്റെ നായകനായില്ലെങ്കിൽ ഉറപ്പായും മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ വെറുമൊരു കാഴ്ചക്കാരനായി നിങ്ങൾ മാറേണ്ടി വരും. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. 3ാമത്തെ ഘട്ടം, ഇതിനകം ഉള്ളിലുള്ള മോശം കാര്യങ്ങളെ പുറംതള്ളുക എന്നതാണ്. ഇതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടൈം മാനേജ്മെന്റ് പഠിക്കാൻ വന്ന ഒരു ക്ലയന്റിന്റെ കഥ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. സമയക്കുറവാണ് തന്റെ പ്രശ്നമെന്ന് കരുതി വന്ന അയാളെ ഒരു കോച്ച് നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയത് എന്താണെന്നോ, ആളുകൾ തന്നെ തിരസ്കരിക്കുമോ എന്ന ഭയം കാരണം ആരോടും നോ പറയാൻ കഴിയാത്തതായിരുന്നു അയാളുടെ യഥാർത്ഥ പ്രശ്നം, അല്ലാതെ സമയക്കുറവായിരുന്നില്ല. കണ്ടില്ലേ? നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഇത്തരം മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഒരു മികച്ച കോച്ചിന്റെയോ മെന്ററുടെയോ സഹായം തേടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിലൂടെയെല്ലാം നമ്മുടെ അന്തിമ ലക്ഷ്യമെന്നത് നമ്മെ തന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുക, അതായത് സെൽഫ് മാസ്റ്ററി നേടുക എന്നതാണ്. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ചുറ്റും എന്തു വലിയ പ്രതിസന്ധികളുണ്ടായാലും ശരി, ഒരു കൊടുങ്കാറ്റിന്റെ നടുവിലും ശാന്തമായിരിക്കുന്നത് പോലെ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, മറ്റുള്ളവരെ നിർബന്ധിച്ചോ ഉപദേശിച്ചോ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിലൂടെ അവർക്കൊരു മികച്ച മാതൃകയായി മാറാനും ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്ന മഹാത്മാഗാന്ധിയുടെ വളരെ പ്രശസ്തമായ വാക്കുകളോടെ നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ആനയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഇന്ന് തന്നെ റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചിന്തയോടെ ഇന്നത്തെ എക്സ്പ്ലെയിനർ നമ്മൾ പൂർത്തിയാക്കുകയാണ്. നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്.